ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ലോകത്തോട് തർക്കിക്കുന്നില്ല, മറിച്ച് എന്നോട് തർക്കിക്കുന്നത് ലോകമാണ്. ബുദ്ധൻ. ലോകം എന്നെ തർക്കിക്കുന്നു, ഞാൻ ലോകത്തെ അല്ല. ആഴമേറിയ ഈ വാചകം നമുക്ക് നൽകുന്ന പ്രചോദനങ്ങൾ നിരവധിയാണ്. സ്വന്തം വഴിയിൽ ഉറച്ചുനിൽക്കുക. ലോകം നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ചോദ്യം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം ഉറച്ചുപിടിക്കാൻ ഇത് നമുക്ക് പ്രചോദനം നൽകുന്നു. സ്വന്തം അറിവിനെയും മൂല്യങ്ങളെയും ബഹുമാനിക്കുകയും നമ്മുടെ വഴിയിൽ വിശ്വസിക്കുകയും ചെയ്യണം. ബഹളത്തിൽ ശാന്തത കണ്ടെത്തുക. തിരക്കുപിരക്കുന്ന ലോകത്തിൽ ഒറ്റപ്പെടൽ ഒരു ശക്തിയാണെന്ന് ഈ വാചകം ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം കൂട്ടിൽ സമാധാനവും ധൃതയും കണ്ടെത്തുകയെന്നും പഠിപ്പിക്കുന്നു. അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ശക്തി ഉപയോഗിക്കുക. ലോകത്തോട് തർക്കിക്കുന്നതിനു പകരം നമ്മുടെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കാൻ ഈ ഉപദേശം നമ്മെ പ്രേരിപ്പിക്കുന്നു. അറിവും ഗുണവും പങ്കുവച്ചുകൊണ്ട് ലോകത്തെ മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഒറ്റപ്പെടൽ ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ വാചകം ഒറ്റപ്പെടലിനെ നെഗറ്റീവായി അവതരിപ്പിക്കുന്നില്ല, മറിച്ച് ചിലരുടെ സ്വഭാവമാണെന്നും അതിനും ശക്തിയും മൂല്യവുമുണ്ടെന്നും ഓർമ്മപ്പെടുത്തുന്നു. ആത്മസംതൃപ്തി പ്രധാനം. ലോകത്തിന്റെ അംഗീകാരത്തെക്കാൾ പ്രധാനം നമ്മുടെ സ്വന്തം സന്തോഷവും സംതൃപ്തിയുമാണെന്ന് ഈ വാചകം നമ്മെ പഠിപ്പിക്കുന്നു. വിവിധത ഒരു സമ്പത്ത്. ലോകത്തിന്റേതിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന നമുക്ക് അപരിചിതത്വത്തിന്റെ ഒരു ഭംഗിയുണ്ട്. നമ്മുടെ വ്യത്യസ്തതയാണ് നമ്മെ ഇത്രയും പ്രത്യേകതയുള്ളവരാക്കുന്നത്. നിശബ്ദതയിൽ ശക്തിയുണ്ട്. ലോകത്തോട് ഉച്ചത്തിൽ വാദിക്കുന്നതിനു പകരം നമ്മുടെ പ്രവൃത്തികളിലൂടെയും ജീവിതത്തെക്കൊണ്ടും സംസാരിക്കുകയാണ് ഈ വാചകം നമ്മെ പഠിപ്പിക്കുന്നത്. വൺ എ സ്മാൾ സ്റ്റോറി. മലയാളത്തിലുള്ള ഈ പ്രചോദന പോയിന്റുകൾ ലോകം എന്നെ തർക്കിക്കുന്നു, ഞാൻ ലോകത്തെ അല്ല എന്ന വാചകത്തിന്റെ സാരാംശം ഉൾക്കൊള്ളുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇവ ഉൾച്ചേർത്ത് നോക്കിയാൽ സ്വന്തം വഴിയിൽ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോകാൻ പ്രചോദനം ലഭിക്കും. കേരളത്തിന്റെ തീരത്ത് ഒറ്റപ്പെട്ട ഒരു പുരയിടത്തിൽ ജീവിച്ചിരുന്നു മാധവൻ. കടലിന്റെ നീലയും തെങ്ങിൻകുലയുടെ പച്ചയും ചേർന്ന കാഴ്ചകളുടെ നടുവിൽ ലോകത്തിന്റെ ഒഴുക്കിൽ നിന്നും മാറി സ്വന്തം ലോകം സൃഷ്ടിച്ചു മാധവൻ. അവിടെ പുസ്തകങ്ങളും ചിത്രകലയും സംഗീതവും അദ്ദേഹത്തിന്റെ തോഴന്മാരായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ ആൾക്കൂട്ടം മാധവന്റെ വീടിനു മുന്നിൽ മുഴങ്ങി. ഗ്രാമത്തിലെ കിണർ വറ്റിപ്പോയെന്നും മാധവൻ മാന്ത്രിക വിദ്യകളിലൂടെ കിണറിനെ മറിച്ചുവെന്നും അവർ ആരോപിച്ചു. മാധവൻ അവരെ ശാന്തമായി വിശദീകരിച്ചു, കിണർ വറ്റിയത് പ്രകൃതിയുടെ വ്യത്യാസം മൂലമാണെന്ന്. പക്ഷേ അവർ കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവരുടെ വിശ്വാസങ്ങളും അജ്ഞതയും മതിലു കെട്ടി മാധവന്റെ വാക്കുകളെ തടഞ്ഞു. അന്നുമുതൽ ഗ്രാമത്തിലെ ചിലർ മാധവനെ ഒറ്റപ്പെടുത്തി. അപരിചിതമായത് എപ്പോഴും സംശയത്തിന്റെ കാർമേഘം സൃഷ്ടിക്കും. മാധവൻ അവരോട് വാദിച്ചില്ല. അദ്ദേഹം തന്റെ ലോകത്തിലേക്ക് മടങ്ങി. അവിടെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ജ്ഞാനതീർത്ഥങ്ങളായി, ചിത്രകല അദ്ദേഹത്തിന്റെ ഭാവനയുടെ കനവാസങ്ങളായി, സംഗീതം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഗീതങ്ങളായി മാറി. ഒരു ദിവസം കടുത്ത വേനലിൽ ഗ്രാമം ദാഹിച്ചു പൊരിഞ്ഞു. കിണർ തിരഞ്ഞെടുത്തു. എല്ലാ കിണറുകളും വറ്റിയിരുന്നു. ക്ഷീണിതരായ ഗ്രാമീണർ മാധവന്റെ വീടിനു മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ സമയം മാധവൻ അവരോട് പറഞ്ഞു, ഞാൻ ലോകവുമായി വാദിക്കുന്നില്ല. ലോകം എന്റെ അടുത്ത് വന്നു വിവരം ചോദിച്ചാൽ ഞാൻ സഹായിക്കും. അവർക്ക് വിനയം തോന്നി. അവർ മാധവന്റെ ജ്ഞാനത്തെ അവഗണിച്ച തെറ്റു മനസ്സിലാക്കി. മാധവൻ അവർക്ക് ഒരു പുരാതന ഗ്രന്ഥത്തിലെ കിണറിന്റെ സ്ഥാനം കാണിക്കുന്ന ഒരു ഭൂപടം കാണിച്ചു. അവർ ആ ഭൂപടം പിന്തുടർന്ന് ഒരു പുതിയ കിണർ കുഴിച്ചു. അവിടെ ജലം തുളുമ്പിച്ചു. ഗ്രാമം രക്ഷപ്പെട്ടു. മാധവന്റെ കഥ ലോകത്തോടുള്ള തർക്കമല്ല, മറിച്ച് അറിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ശക്തിയാണ് പറയുന്നത്. മാധവന്റെ കഥ വെറുമൊരു കിണറിന്റെയും വെള്ളത്തിന്റെയും കഥയല്ലായിരുന്നു. അത് ജ്ഞാനത്തിന്റെയും അജ്ഞതയുടെയും വിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും നേർത്ത വരയിലൂടെ നടക്കുന്ന യാത്രയായിരുന്നു. ഗ്രാമവാസികൾക്ക് മാധവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, കാരണം അദ്ദേഹം അവരുടെ അറിയപ്പെട്ട ചട്ടക്കൂട്ടിനു പുറത്തായിരുന്നു. പക്ഷേ അദ്ദേഹം തന്റെ വഴിയിൽ ഉറച്ചുനിന്നു. സ്വന്തം ലോകത്തിൽ സന്തോഷം കണ്ടെത്തി. മഴ ലഭിച്ചതോടെ ഗ്രാമം പച്ചപിടിച്ചു. കിണറിന്റെ കഥ ഗ്രാമത്തിൽ പ്രചരിച്ചു. മാധവനെ ഒറ്റപ്പെടുത്തിയവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജ്ഞാനം തേടി അടുത്തു. അദ്ദേഹം അവരെ തള്ളിപ്പറഞ്ഞില്ല. തന്റെ ഗ്രന്ഥശാല തുറന്നുവച്ചു. അവർക്ക് പുതിയ ലോകങ്ങൾ കാണിച്ചു. അദ്ദേഹം സസ്യങ്ങളെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ലോകത്തെ ഗ്രന്ഥങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും വായിക്കാൻ പഠിപ്പിച്ചു. കാലക്രമേണ മാധവൻ ഗ്രാമത്തിന്റെ ജ്ഞാനദീപമായി മാറി.
അദ്ദേഹത്തിന്റെ അപരിചിതത്വം ഇപ്പോൾ ആകർഷണമായി. അദ്ദേഹം യുവതലമുറയെ പ്രചോദിപ്പിച്ചു, സ്വന്തം ചിന്തകൾ വളർത്തിയെടുക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹം ലോകത്തോട് തർക്കിച്ചില്ല, ലോകത്തെ തന്നിലേക്ക് ക്ഷണിച്ചു. അറിവിന്റെയും അനുകമ്പയുടെയും വഴിയിലൂടെ അദ്ദേഹം ഗ്രാമത്തിന്റെ ആത്മാവിനെ ഉണർത്തി. മാധവന്റെ കഥ ഓർമ്മിപ്പിക്കുന്നത് ഒറ്റപ്പെടുത്തലിന്റെയും നിശബ്ദതയുടെയും ശക്തിയാണ്. ലോകം നമ്മെ തെറ്റിദ്ധരിച്ചാലും നമ്മുടെ പാത ഉപേക്ഷിക്കരുത്. നമ്മുടെ സത്യത്തിൽ ഉറച്ചുനിന്നാൽ ഒരു ദിവസം ലോകം നമ്മെ മനസ്സിലാക്കും. ജ്ഞാനത്തിന്റെ ദീപം കൊളുത്തിയാൽ അത് ചുറ്റുമുള്ളവർക്കും വെളിച്ചമേകും. അങ്ങനെ മാധവൻ തന്റെ വ്യത്യസ്തതയിൽ നിന്നും ശക്തി കണ്ടെത്തി ലോകത്തെ തർക്കിക്കാതെ പ്രകാശിപ്പിച്ചു. കേരളത്തിന്റെ തീരത്ത് ഒരു ഒറ്റപ്പെട്ട പുരയിടത്തിൽ നിന്നും അറിവിന്റെയും സ്വയംപര്യാപ്തതയുടെയും മന്ത്രം മുഴങ്ങി. ലോകം എന്നെ തർക്കിക്കുന്നു, ഞാൻ ലോകത്തെ അല്ല. കാലം ഗതി നടന്നു. മാധവന്റെ പേര് ഗ്രാമത്തിനു പുറത്തേക്ക് യാത്രയായി. സമീപ ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തിന്റെ ജ്ഞാനസരസിൽ കുടിക്കാൻ എത്തി. രാജാവിന്റെ ചെവിയിലുമെത്തി മാധവന്റെ കീ. വരൾച്ച പിടിച്ചുകെട്ടിയ രാജ്യത്തെ രക്ഷിക്കാൻ മാധവനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു രാജാവ്. കൊട്ടാരത്തിന്റെ തിളിപ്പ് മാധവനെ അമ്പരപ്പിച്ചില്ല, പകരം കൊട്ടാരത്തിലെ ഗ്രന്ഥശാല അദ്ദേഹത്തെ ആകർഷിച്ചു. രാജാവുമായി രാജ്യത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിച്ചു മാധവൻ. ജലസേചനത്തിനായി പുതിയ കനാലുകൾ തോടാൻ, മഴ പെയ്യിക്കാൻ മഴനൃത്തങ്ങൾ നടത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അറിവും ആചാരവും ഒത്തുചേർന്നാൽ വരൾച്ചയെ തോൽപ്പിക്കാമെന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തി. രാജാവ് മാധവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു. ഗ്രാമങ്ങൾ ഒരുമിച്ച് കനാലുകൾ തോടി മഴയ്ക്കായി പ്രാർത്ഥിച്ചു. സാവധാനം രാജ്യം പച്ചപിടിച്ചു പൊതുങ്ങി. ജനങ്ങൾ മാധവനെ ഒരു ദേവതയെപ്പോലെ കണ്ടു. എന്നാൽ മാധവനിൽ അല്പം മാറ്റവുമുണ്ടായി. കൊട്ടാരത്തിലെ ജീവിതം അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തി. നക്ഷത്രങ്ങളല്ല, കൊട്ടാരത്തിന്റെ മതിലുകൾ മാത്രം കാണുന്ന ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. അദ്ദേഹത്തിന്റെ ഹൃദയം തേടിയത് തന്റെ ഒറ്റപ്പെട്ട പുരയിടത്തെ, പുസ്തകങ്ങളുടെ സുഗന്ധത്തെയും തെങ്ങിൻകുലയുടെ കാറ്റിനെയും. ഒരു രാത്രി രാജാവിനോട് യാത്ര പറഞ്ഞു മാധവൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. ഗ്രാമവാസികൾ അദ്ദേഹത്തെ ആഘോഷത്തോടെ സ്വീകരിച്ചു. മാധവൻ വീണ്ടും തന്റെ പുരയിടത്തിലേക്ക് തിരിച്ചുപോയി. പഴയ ജീവിതം തന്നെ, പക്ഷേ ഇപ്പോൾ കൂടുതൽ അർത്ഥം നിറഞ്ഞതായിരുന്നു. രാജ്യത്തിന്റെ രക്ഷകനായിരുന്നെങ്കിലും തന്റെ യഥാർത്ഥ ശക്തി തന്റെ ഒറ്റപ്പെടുത്തലിൽ നിന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ലോകത്തോട് തർക്കിക്കാൻ നേരമില്ലായിരുന്നു, ലോകത്തിന് വെളിച്ചം നൽകുന്നതിനായി തന്റെ വഴി തുടർന്നു. ഇങ്ങനെ മാധവന്റെ കഥ ഒരു തിരിച്ചുവരവിന്റെ കഥയായി. ലോകത്തിന്റെ സ്വീകാര്യതയേക്കാൾ സ്വന്തം ആത്മസന്തോഷത്തെ മുൻഗണന നൽകി അദ്ദേഹം തന്റെ ഏകാന്ത തിരിച്ചറിഞ്ഞു. ലോകത്തെ മാറ്റാനല്ല, ലോകത്തിന് പ്രചോദനം നൽകാനാണ് ശ്രമിച്ചത്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.